കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നമ്മൾ ഹോട്ടൽ ഹനുമന്ത് നിന്ന് ആഹാരമൊക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് പോയി. അവിടുന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തൊന്ന് റിഫ്രഷായി വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോഴുള്ളത് മൈസൂർ പാലസിന് അടുത്തായിട്ടാണ്. നമ്മളെ ഹോട്ടൽ റൂമും പാലസിന് അടുത്തേനു, അതുകൊണ്ട് തന്നെ നടക്കാനുള്ള ദൂരേ ഉള്ളേനു. അങ്ങനെ ഇവിടെ വന്നപ്പോഴോ നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ പാലസിന് മുമ്പിൽ നല്ല തിരക്കുണ്ടായിരുന്നേ. അപ്പം നമ്മൾ വിചാരിച്ചു ലൈറ്റിംഗ് കാണേണ്ടിയിട്ടായിരിക്കും ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുക എന്ന്. കാരണം പാലസിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല, 5 മണി വരെയേ ഉള്ളൂ അകത്തേക്കുള്ള പ്രവേശനം. അത് അവർ നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പരിപാടി ഒന്നും നടക്കില്ല. പിന്നെ നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റിംഗ് കാണുക, പറ്റുവാണെങ്കിൽ ഒരു കുതിര സവാരി, പിന്നെ സാത്തിനെയും കൊണ്ട് ചുമ്മാ ഏതെങ്കിലും ഒരു പാർക്കിൽ പോയി ഇരിക്കുക, അവന് കുറച്ച് നേരം കളിക്കാനുള്ളൊരു ടൈം കൊടുക്കുക, പിന്നെ ഡിന്നർ കഴിക്കുക, തിരിച്ചു വരിക. ഇതായിരുന്നു നമ്മളൊരു പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഈ തിരക്കൊക്കെ കണ്ടപ്പോൾ കുറച്ച് നേരം ആ ഒരു തിരക്കിലൊക്കെ പെട്ട് നിന്ന് നോക്കി. കാരണം എന്താ സംഭവം എന്നറിയില്ലല്ലോ. ഇനിയിപ്പോൾ ലൈറ്റിങ്ങിനാണെങ്കിൽ കാണാൻ പറ്റാണ്ടായാലോ എന്ന് വെച്ചിട്ട് കുറച്ച് നേരം നിന്നു. പിന്നെ അധികം നേരം നിൽക്കാൻ പറ്റുന്നില്ലേനു. എനിക്ക് കാലിനൊരു സർജറി കഴിഞ്ഞുകൊണ്ട് തന്നെ കുറച്ചധികം ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ച് കുറച്ച് ഇങ്ങോട്ടേക്ക് മാറി നിന്ന് അവിടെ അത്ര തിരക്കും ഒന്നും ഇല്ലേനു. അങ്ങനെ നിന്ന് അവിടെ നിന്ന് അപ്പോഴാണ് നമ്മൾ ചുറ്റും കാണുന്നത് വണ്ടിയൊക്കെ ബ്ലോക്കാക്കി വെച്ചിന്. ഒരു റോഡ് അങ്ങ് ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ അവിടുന്ന് കന്നഡത്തിൽ അവർ വിളിച്ചു പറയുന്നൊക്കെ ഉണ്ട്, പോലീസ് വിളിച്ചു പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് കന്നഡ അറിയില്ലല്ലോ. അങ്ങനെ നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴതാ പാലസിൻ്റെ ആ ഗേറ്റ് വഴി ഒരു 10-14 ആനകൾ ഇങ്ങനെ നിരന്നങ്ങ് വരികയാണ്. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇത്രയും ആനകൾ ഒരുമിച്ച് കാണുന്നത്. പക്ഷേ ഇതിങ്ങനെ നടന്ന് വരുമ്പോഴും നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും അടുത്ത് വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അത്രയും അടുത്ത് വന്നപ്പോഴേ എനിക്ക് നല്ല പേടിയായി. കാരണം എങ്ങാനും ഒരു ബുദ്ധിമോശം അതിന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെ കാര്യം കട്ടപ്പോക്കിയാണ്. അതിങ്ങനെ വിചാരിച്ച് പേടിച്ചോണ്ടിങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷേ അവർക്ക് അങ്ങനെ കുരുത്തക്കേടൊന്നുമില്ലേനു. അവർ നല്ല കുട്ടികളായിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ പേരൊക്കെ വിളിക്കുമ്പോൾ അവർ തുമ്പിക്കൈയൊക്കെ ഉയർത്തി അതിന് റെസ്പോണ്ട് ചെയ്ത് അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. പിന്നെ വന്നതാണ് ഈ കുതിരകൾക്ക് അത്ര അങ്ങ് ഈ കുതിരക്ക് പ്രത്യേകിച്ചിട്ട് കുറച്ചൊരു കുരുത്തക്കേട് ഉണ്ടെന്ന് തോന്നുന്നു. അത് അവർ പറയുന്നുണ്ട്, അങ്ങോട്ട് മാറി നിന്നോന്ന് പറയുന്നുണ്ട്. പിന്നെ സാത്തിക്ക് അങ്ങ് മാറുന്നില്ല. ഇവൻ ഈ ആനിമൽസിനെയാണല്ലോ ഇഷ്ടം. ഇവൻ ഇതിനെ തന്നെ ഇങ്ങനെ നോക്കിയിട്ട് അവിടെ നിൽക്കുകയെന്ന് കുറേ നേരം അവിടെ നിന്നിട്ടുണ്ടേനും. അപ്പം ഞാനിങ്ങനെ പേടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, 2 ചവിട്ട് കിട്ടിയാൽ അതോടെ തീരും എൻ്റെ ഈ ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മൈൻഡ് ആക്കുന്നില്ല. അങ്ങനെ കുറച്ചധികം നേരം അവിടെ പേടിച്ചുകൊണ്ട് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പിന്നെ അവനെ ഇങ്ങനെ കൂട്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. ഇനി ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ എത്തിയത് ദസറേൻ്റെ ഒരാഴ്ച മുന്നെയാണ്. അപ്പം ദസറയ്ക്ക് ഉള്ള പ്രിപ്പറേഷൻസൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ വെച്ചാൽ ദസറേൻ്റെ ടൈമിൽ ഇങ്ങനെ പാലസിൽ നിന്ന് ഒരു നഗരപ്രദക്ഷിണം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ദസറ അടുപ്പിച്ച് എല്ലാ ദിവസങ്ങളിലും ഒരാഴ്ച മുന്നേ ആയിട്ടാന്ന് തോന്നുന്നു ഇങ്ങനെയൊരു റിഹേഴ്സൽ ഉണ്ടാവും. അതുവരെ ആ റോഡൊക്കെ അവർ ബ്ലോക്കാക്കി വെക്കും. ഈ ആന ഒക്കെ ഇങ്ങനെ ചുറ്റി നേരെ തിരിച്ചിട്ട് പാലസിലേക്ക് കയറുന്നത് വരെ റോഡൊക്കെ ബ്ലോക്കായിരിക്കും. അതാണ് സംഭവം. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അവർ ആന അങ്ങ് കയറിപ്പോയി. അപ്പോൾ പിന്നെ സാധാരണ നിലയിലായൊക്കെ ബ്ലോക്കൊക്കെ മാറ്റി അങ്ങനെ നമ്മളും ഒരു കുതിരവണ്ടിയിൽ യാത്ര ആരംഭിച്ച്. ഇനി കുതിരവണ്ടിയിൽ യാത്ര ആരംഭിച്ചതിൻ്റെ കഥ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ മൈസൂർ വരികയാണെങ്കിൽ കുതിരവണ്ടി കയറണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ അവർ പറയുന്ന റേറ്റിന് പോയി കയറരുത്. കാരണം അവർ നല്ല റേറ്റാന്ന് പറയുക. നമ്മളോട് പറഞ്ഞത് ആദ്യം 1000 പറഞ്ഞു, പിന്നെ അത് കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്തത്. ആദ്യം 1000 പറഞ്ഞു, പിന്നെ അവർ നമ്മൾ പറ്റൂല പറഞ്ഞപ്പോൾ അവർ പിന്നെ 800 ആക്കി, പിന്നെ 700 ആക്കി. പിന്നെ അതിൽ നിന്ന് അയാൾ അത്ര കുറക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ അടുത്ത ആളെടുത്ത് പോയി. അപ്പോൾ ഇവരിങ്ങനെ കാണുന്നുണ്ടാവും നമ്മൾ പറയുന്ന റേറ്റൊക്കെ. അപ്പോൾ അയാൾ തുടങ്ങിയത് 700 എന്നാണ്. അപ്പോൾ അവരോട് പിന്നെ നമ്മളില്ല 700 പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ബാർഗെയിൻ ചെയ്ത് ലാസ്റ്റ് നമ്മൾ 400-ലെത്തി. അങ്ങനെ 400-ലെത്തിയിട്ട് നമുക്ക് മനസ്സിലായി ഇതിലും താഴെ എന്തായാലും അവർ പോവില്ല എന്ന്. പിന്നെ നമ്മളങ്ങ് ഓക്കെ, സാത്തിക്ക് ആഗ്രഹം ഉണ്ടേനും കയറണമെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് പറഞ്ഞു. എനിക്ക് ഒരു അത്ഭുതം തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഇവർക്ക് ഇതിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയധികം വണ്ടികളുണ്ട്, അത്രയധികം കുതിരക്കാറുണ്ട്, ഒരുപാട് കുതിരവണ്ടികളുണ്ട്, ഒരുപാട് വാഹനങ്ങളുണ്ട്. ഇതിനിടയിലൂടെ ആ ട്രാഫിക്കിൻ്റെ ഇടയിലും ഇവരിതിനെ കൊണ്ടുപോകാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം നമുക്കിപ്പോൾ വണ്ടിയാണെങ്കിൽ അത് ബ്രേക്ക് ഇട്ട് അവിടെ നിർത്താമെന്ന് വിചാരിക്കാം. പക്ഷേ ഈ കുതിരേനെ ഒന്ന് മെരുക്കി അവിടെ നിർപ്പിക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്.
അത് കണ്ടപ്പോഴും നമുക്ക് തോന്നി കുറച്ച് കഷ്ടമുണ്ടെന്ന്. അങ്ങനെ നമ്മൾ കുതിര സവാരിയൊക്കെ ചെയ്തു. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പറയാം. അതുവരെ ബൈ ബൈ.